ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ ഫൈനൽ യോഗ്യത നേടി. 84.50 മീറ്ററായിരുന്നു ഫൈനലിലെത്താനുള്ള യോഗ്യതാ മാനദണ്ഡം. ഇത് ആദ്യ ത്രോയിൽ നീരജ് മറികടന്നു. വിവരങ്ങളുമായി ഫെമിന ചേരുന്നു. ഫെമിന, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി എന്നാണ്. ടോക്കിയോയിൽ നടക്കുന്ന അത്ലറ്റിക്കോ ചാമ്പ്യൻഷിപ്പിൽ ആണ് നീരജ് ചോപ്ര യോഗ്യത നേടിയത്. നീരജ് ചോപ്രയെ കൂടാതെ പുരുഷ ജാവലിൻ ത്രോയിൽ 3 പുരുഷ താരങ്ങൾ കൂടി മത്സരിച്ചിരുന്നു. അതിലാണ് നീരജ് ചോപ്ര യോഗ്യത 84.85 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് ആദ്യ ത്രോയിൽ തന്നെ അദ്ദേഹം ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ പ്രതീക്ഷയാണ് നീരജ് ചോപ്ര. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നഷ്ടപ്പെട്ട സ്വർണ്ണ മെഡൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലൂടെ നീരജ് ചോപ്ര ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഫെമിന.